ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാനത് ഇന്നലെ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ കേട്ടോ. ഇന്നലെ ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കിലായി പോയിരുന്നു. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇഷ്ടപ്പെടുവാണെങ്കിൽ. പിന്നെ ഞാൻ എന്നും പോലെ തന്നെയാണ് ഞാൻ രാവിലത്തെ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ് കേട്ടോ കാണിക്കുന്നത് തന്നെ. അപ്പോൾ രാവിലെ എന്നും ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇതിൽ അഭിപ്രായങ്ങൾ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റ് പുറത്ത് വന്ന് പടിയൊക്കെ ഒന്ന് തുറക്കാൻ പോയതാട്ടോ. പടിയൊക്കെ തുറന്ന് ബാക്കിലേക്ക് അടുക്കളയിൽ ബാക്കിലേക്ക് വരിക കേട്ടോ. ചൂല് നമ്മൾ അടിക്കുന്ന ചൂല് പുറകിലാണ്, വർക്ക് ഏരിയയിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് എടുത്തിട്ട് വരികയാണ് കേട്ടോ. എടുത്തിട്ട് വന്ന് ഇന്നലെ ഇട്ട കോലമൊക്കെ ഒന്ന് അടിച്ച് വാരുകയാണേ. അപ്പോൾ ഞാനതൊക്കെ അടിച്ച് വാരി വെള്ളമൊക്കെ തെളിച്ചു കോലം ഇടുകയാണ് കേട്ടോ. കോലം ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ എല്ലാവരും കോലം ഇടുന്നതാണ്. നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര കാലത്താണ് ഇത്തിരി ഒന്ന് ഉറങ്ങാൻ തോന്നുന്നത് തന്നെയാണ്. പക്ഷേ അപ്പോഴത്തേക്ക് എണീക്കണ്ടേ, രാവിലെ നേരത്തെ എണീക്കണം, എണീറ്റാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇത്തിരി നമുക്ക് ഭക്തിഗാനം ആയിക്കോട്ടെ, നമുക്ക് രാവിലെ തന്നെ ഒരു പോസിറ്റീവ് വൈബ് ഇരിക്കട്ടെ എന്ന് വെച്ചൊരു ഭക്തിഗാനമൊക്കെ വെച്ചാണ് കേട്ടോ. ഞാനത് ഈ തമിഴിൽ സോങ് ഇങ്ങനെയൊക്കെ വെക്കുള്ളൂ കേട്ടോ. മുരുകൻ സ്വാമിയുടെയൊക്കെ ഞങ്ങളിവിടെ വെക്കുള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ വെച്ചു തലയൊക്കെ ഒന്ന് തോർത്തി വിളക്ക് വെക്കാൻ വരികയാണ് കേട്ടോ. അപ്പോൾ വിളക്കൊക്കെ തെളിയിക്കണേ. ഞാൻ ഇന്ന് 2 തിരിയിട്ട് വിളക്ക് വെക്കും. അപ്പോൾ ഞാൻ നാമമൊക്കെ ചൊല്ലും കേട്ടോ. ഒരു 10 മിനിറ്റ് അങ്ങനെ നാമം ചൊല്ലാനൊക്കെ നിൽക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് കുറിയൊക്കെ ഒന്ന് തൊട്ട് നമ്മളങ്ങനെ ചന്തമായിട്ട് അടുക്കളയിൽ വരണ്ടേ. അപ്പോൾ കുറിയൊക്കെ തൊട്ട് നമുക്ക് ഒന്ന് അടുക്കളയിലേക്ക് വരാം കേട്ടോ. ജനലൊക്കെ ഒന്ന് തുറന്നു വിടാം. അപ്പോഴത്തേക്ക് ഏകദേശം നല്ലപോലെ നേരമൊക്കെ എന്താ പറയുക വെളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എണീക്കുമ്പോൾ തന്നെ കുറച്ചൊന്ന് നേരത്തെ എണീറ്റ്, എത്ര നേരത്തെ എണീറ്റാലും നമുക്ക് അടുക്കളയിലോട്ട് വരുമ്പോൾ ഒന്നും കൂടെ സമയമാകും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാമമൊക്കെ ചൊല്ലിയിട്ടേ ഞാൻ വരാറുള്ളൂ. അപ്പം ഞാൻ സമയം നോക്കണം കേട്ടോ, എത്ര സമയമായി നോക്കണം. പിന്നെ റേഷൻ കടയിൽ നിന്ന് നമുക്ക് പിന്നെ അരി കിട്ടുന്ന കാരണം വേഗം കേട്ടോ. അപ്പോൾ അത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് കുറവ് അരി വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ റേഷൻ അരി വെച്ചുകൊണ്ടിരിക്കുന്നതിന്. കുഴപ്പമില്ല കേട്ടോ അരി. അപ്പോൾ ഞാനിതാ ഇൻഡക്ഷൻ അടുപ്പിൽ ഞാൻ ചായയൊക്കെ വെക്കുകയാണ്. ചായ കൂടി കുടിച്ചാലേ നമുക്കിങ്ങനെ ഓടുള്ളൂ, അന്നത്തെ ദിവസവും പണിയും ഇങ്ങനെ ഓടുള്ളൂ. അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകിയിട്ടു. എന്നൊക്കെ പിന്നെ വലിയൊരു തലവേദനയാണ്, എന്താന്ന് കറി വെക്കുക എന്നുള്ളത്. അത് തലേ ദിവസം തന്നെ ആലോചിച്ച് വെക്കണം കേട്ടോ, എന്നാലേ രാവിലത്തെ പണിയൊക്കെ ഒന്ന് നടന്നു പോവുള്ളേ. അപ്പം ഞാൻ വെള്ളപ്പയർ ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളപ്പയർ എന്ന് ഞങ്ങളുടെ നാട്ടിൽ വെള്ളപ്പയർ എന്നാ പറയുക. അപ്പോൾ അത് പുളിയും കറി വെക്കാനാണ് കേട്ടോ. പുളി ഒഴിച്ച് വെക്കുക, നല്ല ടേസ്റ്റാണത്. അപ്പോൾ അധികമൊന്നും ഞാൻ ഇടില്ല കേട്ടോ, വെള്ളപ്പയർ കുറച്ചേ ഇടുള്ളൂ. എന്ന് വെച്ചാൽ അമ്മയൊക്കെ കുറച്ച് ഇങ്ങനെ അതിൻ്റെ കറി മാത്രമേ എടുത്ത് കഴിക്കാറുള്ളൂ. വെള്ളപ്പയർ ഇങ്ങനെ ഗ്യാസാണ്, ചേരില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ദിവസം എന്താ കൂട്ടാൻ വയ്ക്കുക എന്നുള്ള ആലോചനയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അബിക്കും അച്ഛനും വേഗം ദോശ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവർ കുറച്ച് നേരത്തെ ഉണ്ടാക്കി കൊടുത്താൽ ഇന്ന് കഴിച്ചോളും. അല്ലെങ്കിൽ വേഗം കഴിച്ചിട്ടാണ് കേട്ടോ അവർ കഴിച്ച പാതി കഴിക്കാത്ത പാതിയാണ് അവർ ഓടുന്നത് തന്നെ. അപ്പോൾ അവർക്ക് നേരത്തെ ഞാൻ അതൊക്കെ ഉണ്ടാക്കി കൊടുത്ത ശേഷമാണ് ഞാൻ ചോറൊക്കെ ഒന്ന് വാർത്തത് കേട്ടോ. പിന്നെ നമുക്ക് വെള്ളപ്പയർ പുളി വയ്ക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ വെക്കുന്ന രീതി ഇങ്ങനെയാണ്. ചെറിയുള്ളി, തക്കാളി, കടുക്, നല്ലപോലെ ചെറിയുള്ളി വഴണ്ട് വന്ന ശേഷം തക്കാളിയൊക്കെ ഇടും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ അമ്മ നെയ്ച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനത് ആവിയിൽ വെച്ചെടുക്കുകയാണ്. മക്കൾ പറഞ്ഞ് എനിക്ക് രാവിലെ നെയ്ച്ചോറ് മതി എന്നുള്ളത്. അപ്പോൾ ആ 2 ദോശ ചുട്ടതവിടെ ഹോട്ട് ബോക്സിൽ തന്നെ ആക്കി വെച്ചു കേട്ടോ. അപ്പോൾ അബി കഴിച്ചിട്ടുണ്ടായിരുന്നു, അവൻ എന്നിട്ട് പോയി കേട്ടോ. അവൻ എപ്പോഴും കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങണം. അപ്പോൾ അവൻ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അവൻ എന്തൊക്കെയോ പറയുകയാണ് കേട്ടോ, അമ്മ ബസ് ചാർജ് എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണേ. പിന്നെ അവനും പോയി. പിന്നെ അച്ചു പിന്നെ കുറച്ച് പതുക്കെ പോവുള്ളൂ. അപ്പോൾ ലഞ്ചൊക്കെ ഞാൻ അച്ചുവിൻ്റെ കയ്യിലാട്ടോ കൊടുത്തു വിടുക. അവർ തൊട്ട് ക്ലാസ് തന്നെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ല. അച്ചു സ്കൂളിൽ പോകുന്ന കാരണം എനിക്ക് കുറച്ചൊരു 5 മിനിറ്റ് എനിക്ക് നേരായാലും കുഴപ്പമില്ല കേട്ടോ. എനിക്ക് കുറച്ച് സമാധാനത്തിൽ ചെയ്താൽ മതി. അപ്പോൾ അവിടെ ലഞ്ച് അച്ചു കൊണ്ടുപോയിക്കോളേ. അപ്പോൾ ഞാൻ ഇപ്പോൾ വെള്ളപ്പയർ കറിക്ക് വേണ്ടിയിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ നല്ലപോലെ ഇട്ട് വഴണ്ട് വന്ന ശേഷം ഞാൻ വെള്ളപ്പയർ വേവിച്ചത് അതിലൊഴിക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ വാഴയ്ക്ക് ഉപ്പേരി കേട്ടോ വയ്ക്കുന്നത്. ഞാൻ വേറെ ഒന്നും ഇടാറില്ല. കടുകും പച്ചമുളകും ഇട്ട് നല്ലപോലെ വഴറ്റിയ ശേഷം ഞാൻ വാഴയ്ക്ക ഇടുകയാണ് കേട്ടോ. വാഴയ്ക്കുപ്പേരൊന്നും ഞാൻ അധികം വെക്കാറില്ല കേട്ടോ. അവിടെ കുട്ടികൾക്കൊക്കെ ഒന്നും വലിയ പിടുത്തൂല്ല. എന്നാലും ഞാൻ നിർബന്ധിച്ച് കൊടുക്കുകയാണ് കേട്ടോ. കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ പറഞ്ഞാൽ ആക്കി കൊടുക്കുകയാണ്. എന്തോ സമാധാനത്തിൽ അവർ കഴിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ നല്ലപോലെ വെള്ളപ്പയർ പുളി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിൽ തേങ്ങ അരപ്പൊക്കെ ചേർത്തണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ നോക്കി വാഴയ്ക്കപ്പേരൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതൊന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ബാക്കിയുള്ള ക്ലിപ്സൊന്നും. പിന്നെ അച്ഛന് പോകാൻ നേരമായി. അവൻ ഓരോന്നോരോന്ന് പറഞ്ഞ് ഇങ്ങനെ എന്നെ ഇളക്കും കേട്ടോ. എന്താ പറയുക, അമ്മ അങ്ങനെയാണെന്ന് ഓരോ കോമഡി പറഞ്ഞുകൊണ്ടിരിക്കുകയെ.
അപ്പം ഞാനത് ചിരിച്ചുകൊണ്ട് കേട്ടോണ്ടിരുന്നതാട്ടോ. പിന്നെ അച്ഛനും പോയിണ്ടായിരുന്നു. അച്ഛൻ ഭയങ്കര കോമഡി കേട്ടോ. പിന്നെ ഞാനിതാ നെയ്ച്ചോറും വാഴക്കപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ ഒഴിച്ചുകറിയൊന്നും അതിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ബുധനാഴ്ച ആയ കാരണം ഇന്ന് നമ്മുടെ വീട്ടിൽ ഞാൻ പറയാറുണ്ടല്ലോ, ആ അതിഥി വന്നിട്ടുണ്ടായിരുന്നേ, ആ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള ഭക്ഷണം ഞാൻ കൊടുത്തു. ഗോതമ്പ് ദോശയാണ് പറഞ്ഞപ്പോൾ അമ്മ വേണ്ട, ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നെയ്ച്ചോറ് തരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതെടുത്ത് വേഗം കൊടുക്കുകയാണ്. പിന്നെ അവരൊക്കെ പോയി, ഞാനും കഴിക്കാനായിരുന്നു. പിന്നെ ഇത് ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് ഉണക്കമീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, വറുക്കാണ് കേട്ടോ. അത് നങ്കി മീനാണ് കേട്ടോ. അപ്പം ഒന്ന് വാഴയ്ക്കുപ്പേര് വലിയ വാഴയ്ക്ക് പിടുത്തൂലല്ലോ, അപ്പോൾ കുറച്ച് നങ്കി കൂടി ഉണ്ടെങ്കിൽ, നങ്കി മീൻ കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ മീഷോയിൽ നിന്നൊരു കിച്ചൺ ടവൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയുണ്ട് കേട്ടോ ഈ സാധനം. ഞാൻ നല്ലപോലെ തുടയ്ക്കാനൊക്കെ നല്ല ഈസി ആയിട്ടുണ്ട്. ഞാൻ ഇന്നൊക്കെയാണത് യൂസ് ചെയ്തത്. അപ്പോൾ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.